Hi everyone, welcome back to my YouTube channel. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6th സെം അപ്നോമൽ സൈക്കോളജിയുടെ സിലബസ് ആണ്. അപ്പോൾ നമുക്ക് 4 മൊഡ്യൂളായിട്ടാണ് ഈ ഒരു അപ്നോമൽ സൈക്കോളജിയുടെ ഈ ഒരു പേപ്പർ ഉണ്ടായിരിക്കുന്നത്. സോ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ സ്കിസോഫ്രീനിയ ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്. ആൻഡ് തേർഡ് വൺ മൂഡ് ഡിസോർഡർ. ആൻഡ് ഫോർത്ത് വൺ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്. ഓക്കെ, അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സബ്സ്റ്റൻസ് എന്താണ്, സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ് എന്താണ്, അതിൻ്റെ കോസൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ക്ലിനിക്കൽ പിക്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കുറച്ച് സൈക്കോട്ടിക് ഡ്രഗ്സിനെ കുറിച്ചും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കീസോഫ്രീനിയ ആൻഡ് അതർ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ആണ്. അതിൽ മെയിനായിട്ടും സ്കീസോഫ്രീനിയൻ്റെ ഒറിജിൻ എങ്ങനെയാണ്, എപ്പിഡെമോളജി, അതുപോലെ തന്നെ ക്ലിനിക്കൽ പിക്ചേഴ്സ്. ക്ലിനിക്കൽ പിക്ചറിനുള്ളിൽ മെയിനായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡെലൂഷൻ, ഹാലൂസിനേഷൻ, ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ്. 5 മാർക്കിനൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് എന്നുള്ളത്. ദെൻ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത് സബ് ടൈപ്സ് ഓഫ് സ്കീസോഫ്രീനിയ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഡെലൂഷൻ ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ കോസൽ ഫാക്ടേഴ്സ് ഓഫ് സ്കീസോഫ്രീനിയ. തേർഡ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂഡ് ഡിസോർഡേഴ്സ് ആണ്. മൂഡ് ഡിസോർഡേഴ്സ് എന്താണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂഡ് ഡിസോർഡേഴ്സ്. മെയിനായിട്ടും മേജർ ഡിപ്രസീവ് ഡിസോർഡർ, അതായത് നമ്മുടെ ഡിപ്രഷൻ, ബൈപ്പോളർ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ യൂണിപ്പോളർ ഡിസോർഡർ നമുക്ക് വിളിക്കാം. അപ്പോൾ യൂണിപ്പോളർ ഡിസോർഡർ ആണ് നമ്മുടെ മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ദെൻ ബൈപ്പോളർ ഡിസോർഡേഴ്സും അതിൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ച് ടൈപ്സ് ഓഫ് മൂഡ് ഡിസോർഡറും പറയുന്നുണ്ട്. ദെൻ കോസൽ ഫാക്ടേഴ്സ്, മെയിനായിട്ടും മൂഡ് ഡിസോർഡറിൻ്റെ 2 കാര്യങ്ങൾ, മേജർ ഡിപ്രസീവ് ഡിസോർഡറിനെ കുറിച്ചും അതുപോലെ തന്നെ ബൈപ്പോളർ ഡിസോർഡറിനെ കുറിച്ചുമാണ് പറയുന്നത്. അതിൻ്റെ കുറച്ച് സബ് ടൈപ്സ് ഓഫ് എന്ത് പറയുന്നുണ്ട്, മൂഡ് ഡിസോർഡറിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ കോസൽ ഫാക്ടേഴ്സ്, ഇത് ഒരു 10 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററാണ് അല്ലെങ്കിൽ ലാസ്റ്റ് മൊഡ്യൂളാണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് ആണ്. കുട്ടികളുമായിട്ടുള്ള രീതിയിലിരിക്കുന്ന കുറച്ച് ഡിസോർഡേഴ്സ് ആണ്. മെയിനായിട്ടും ഓട്ടിസം ഡിസോർഡർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ADHD വരുന്നുണ്ട്, അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് മൊഡ്യൂളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സ്പെസിഫൈ ചെയ്ത് നമുക്ക് 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്.